റമദാൻ വിട പറയാനൊരുങ്ങുന്നു. പ്രവാചകരും അനുചരന്മാരും അരയും തലയും മുറുക്കി ആരാധനയിൽ മുഴുകുന്ന അവസാന ദിനങ്ങൾ. ഖുർആൻ പാരായണങ്ങളും പ്രാർത്ഥനകളും ദീർഘനേരം നീണ്ടുനിൽക്കുന്ന സുജൂദുകളുമായി പള്ളികളിൽ ഇഅ്തികാഫിരുന്നിരുന്ന ആ പുണ്യദിനങ്ങൾ. ഇന്നോ പള്ളികൾ വിജനമാവുകയാണ്. ബസ്സുകളിൽ ശ്വാസം തേടുന്ന കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ടെക്സ്റ്റൈൽസ് സമുച്ചയത്തിന് മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്ന കുടുംബങ്ങൾ. ഈദ് വരാനായെന്ന് മാസങ്ങൾക്ക് മുന്നേ അറിഞ്ഞിട്ടും അവസാന പത്തിൽ പുതിയ ട്രെൻഡ് വസ്ത്രങ്ങളുടെ വരവിനായി കാത്തു നിൽക്കുന്നവർ. ഇനിയും ആളുകൾ ഈ രാവ് കൊതിക്കാത്തതെന്തേ? റമദാൻ ഉപയോഗപ്പെടുത്തിയ ചിലരുണ്ട്. അവരുടെ പാദങ്ങൾ മിനാരം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകളല്ല, പുണ്യത്തിന്റെ കാലടിപ്പാടുകളും കൊഴിഞ്ഞുപോകുന്ന പാപങ്ങളും ഓർത്ത് അവരുടെ മനസ്സുകളിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ തളിരിടുന്നു. പള്ളിക്കവാടം തുറന്നു കിടക്കുന്നുണ്ട്. ആദ്യ പത്തിലെ ആളാരവും ഇപ്പോൾ തീരെയില്ല. മറ്റുള്ളവരെ ഓർത്ത് വിഷമം തോന്നിയെങ്കിലും വിട പറയുന്ന റമദാൻ അതിലേറെ ദുഃഖം സമ്മാനിക്കുമെന്ന ബോധ്യത്താൽ ആരാധനക്കായി സമയം കണ്ടെത്താൻ അവർ തയ്യാറായി. പള്ളിയിൽ പതിവിലേറെ സുഗന്ധമുള്ളതുപോലെ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ആ രാവ് ഈ അവസാന പത്തുകളിലാണല്ലോ. വിശുദ്ധ ഖുർആൻ അവതീർണമായതും ഈ പുണ്യരാവിൽ തന്നെ. നമസ്കാരങ്ങളിൽ നിത്യമെന്നോണം ഓതുന്ന സൂറത്ത് അവരുടെ ഹൃദയത്തെ ഉണർത്തി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അതെ, പവിത്രതകളേറെയുള്ള രാവ്. പുലരുവോളം സമാധാനം വർഷിക്കുന്ന, ആനന്ദത്തിന്റെ കുളിർക്കാറ്റ് വീശുന്ന, മലക്കുകളും ജിബ്രീലും അനുഗ്രഹങ്ങളും കാരുണ്യവുമായി ഇറങ്ങി വരുന്ന രാവ്. അതെങ്ങനെ നഷ്ടപ്പെടുത്തുമല്ലേ? മനസ്സ് ആനന്ദത്തിലാണ്ടു, കൂടെ അടങ്ങാത്ത ആഗ്രഹവും. അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയ പാപഭാരങ്ങൾ ഇറക്കി വെക്കാനൊരിടം തേടി അലയുന്ന മനസ്സിന്റെ ഉൾഭയം പെട്ടെന്ന് അസ്തമിച്ച പോലെ അവരുടെ മുഖങ്ങൾ തെളിഞ്ഞു. പ്രവാചക വചനം അവരോർത്തു. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. പുണ്യരാവുകളുടെ ദിനങ്ങൾ നാം അറിയാതെ അകന്നുപോകും. ഇനി ഒരു റമദാൻ നമുക്കായി വിധിക്കപ്പെട്ടതാണോ? നമുക്കറിയില്ല. പാപമുക്തനായി റബ്ബിനെ കാണണം. അതിലാണല്ലോ ഒരു നോമ്പുകാരൻ്റെ സന്തോഷം. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്ത്, ഒരു സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. ആത്മാർത്ഥമായ പ്രാർത്ഥനകളാൽ ഹൃദയങ്ങൾ ശാന്തമാവുകയാണ്. അല്ലാഹുവേ, സ്വീകരിക്കണമേ ഞങ്ങളുടെ നോമ്പുകൾ, നമസ്കാരങ്ങൾ, തറാവീഹുകൾ, പ്രാർത്ഥനകൾ എല്ലാം. ലൈലത്തുൽ ഖദ്റിനെ പുൽകാനും അവസരം നൽകണമേ. അതിലൂടെ പാപമുക്തി നേടാനും അനുഗ്രഹിക്കണമേ. ഈറനണിഞ്ഞ കണ്ണുകളുമായി അവർ സുജൂദിൽ വീഴുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പേരും എഴുതി ചേർക്കും. ഇൻഷാ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്.